ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലെ സയന്റിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അവരുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് സെന്റർ ന്യൂഡൽഹി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 33 റെഗുലർ സ്ഥിരം ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർ 2026 ജൂൺ 19 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 3 കാറ്റഗറിയിലാണ്: സയന്റിസ്റ്റ് ഇ, സയന്റിസ്റ്റ് ഡി, സയന്റിസ്റ്റ് സി എന്നീ പോസ്റ്റുകളിലേക്കാണ് നിയമനം. സയന്റിസ്റ്റ് ഇമാരുടെ 2 ഒഴിവുകളാണ്. അടിസ്ഥാന ശമ്പളം 1,23,100 എന്ന സ്കെയിലാണ് അടിസ്ഥാന ശമ്പളം തന്നെയുണ്ട്. ഇതിലേക്ക് വേണ്ട 2 പോസ്റ്റ്, ഒരെണ്ണം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ ഓർ എയറോസ്പേസ് ആണ്. അതാത് വിഷയങ്ങളിലുള്ള ബിടെക് ബിരുദവും 11 വർഷത്തെ ഗവേഷണ പരിചയമാണ് വേണ്ട യോഗ്യത. അതുപോലെ MTech PhD ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അടുത്ത സയന്റിസ്റ്റ് ഡിമാരുടെ 11 ഒഴിവുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് 1, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 1, മെക്കാനിക്കൽ 3, ഫിസിക്സ് ബാർ ഫോട്ടോണിക്സ് 1, കെമിക്കൽ 2, അതുപോലെ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ എയ്റോസ്പേസ് 1, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 2, ഫിസിക്സ് ബാർ റേഡിയോളജിക്കൽ ഫിസിക്സ് 3 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്ക് ബിടെക് ബിരുദവും 7 വർഷം എക്സ്പീരിയൻസ് ആണ്. സയൻസ് പോസ്റ്റുകളിലേക്ക് മാസ്റ്റേഴ്സ് ബിരുദവും 7 വർഷം എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഈ സയന്റിസ്റ്റ് ഇ, സയന്റിസ്റ്റ് ഡി, സയൻസ് ഇ പോസ്റ്റുകളിലേക്കൊക്കെ ജർമ്മൻ, ഫ്രഞ്ച്, റഷ്യൻ, ചൈനീസ്, ജാപ്പനീസ് എന്നീ ലാംഗ്വേജ് അറിയാതിരിക്കുന്ന ഒരു ഡിസബിൾ ക്വാളിഫിക്കേഷൻ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അടുത്തത് സയന്റിസ്റ്റ് സിമാരുടെയാണ്. സയന്റിസ്റ്റ് സിമാരുടെ 17 ഒഴിവുകളുണ്ട്. 67,700 രൂപയാണ് അടിസ്ഥാന ശമ്പളം. സയന്റിസ്റ്റ് ഡിക്ക് ശമ്പളം 78,800 ആയിരുന്നു. അതേപോലെ ഇതിലേക്കുള്ള വേക്കൻസികൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 7 ഒഴിവുകളാണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് 3, ഫിസിക്കൽ ഓഷ്യനോഗ്രാഫി 1, മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടിംഗ് 1, കെമിക്കൽ എഞ്ചിനീയറിംഗ് 1, ഫിസിയോളജി 1, ഇലക്ട്രിക്കൽ 1, ഫാർമക്കോളജി 1, സിവിൽ ബാർ, റിമോട്ട് സെൻസിങ് 1, GIS 1, അങ്ങനെയാണ് വേക്കൻസി വേണം. അതായത് സയൻസ് ബാങ്കിലുള്ളവർക്ക് MSc ബിരുദവും 3 വർഷം എക്സ്പീരിയൻസും, മറ്റ് എഞ്ചിനീയറിംഗ് ബാങ്കുകാർക്ക് ബിടെക് ബിരുദവും അതാത് വിഷയങ്ങളിലെ ബിടെക് ബിരുദവും 3 വർഷം എക്സ്പീരിയൻസുമാണ്. എന്നാൽ എല്ലാ പോസ്റ്റുകളിലേക്കും MTech അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡിസബിൾ ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പോസ്റ്റിലേക്കും ഫോറിൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന ഒരു ഡിസബിൾ ക്വാളിഫിക്കേഷനാണ്. ഇതിലേക്കുള്ള സയൻറ്റിസ്റ്റ് ഡി ഇ പോസ്റ്റുകളിലേക്ക് മാക്സിമം 45 വയസ്സ് വരെയും, സയൻറ്റിസ്റ്റ് സി പോസ്റ്റിലേക്ക് 35 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷാ ഫീസ് ഉണ്ട് 100 രൂപയുണ്ട്. SC കാരുകൾക്കും വനിതകൾക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല. ബാക്കി എല്ലാവർക്കും 100 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് ഇതിലേക്ക് ജൂൺ 19 മുമ്പ് അപേക്ഷിക്കുക. https:/rac.gov.in എന്ന സൈറ്റ് വേണം അപേക്ഷിക്കാൻ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാം. താല്പര്യമുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. മികച്ച ശമ്പളത്തോടുകൂടി രാഷ്ട്ര സേവനത്തിനുള്ള ഒരു അവസരമാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച്, നമ്മുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഗവേഷണം ചെയ്ത് രാജ്യത്തിന് വിവിധ പ്രതിരോധ രംഗത്തുള്ള വിവിധ സംഭാവനകൾ നൽകാൻ കിട്ടുന്ന അവസരമാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.